പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അതിശക്തമായി തുടരുമ്പോഴും രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. പക്ഷെ അപ്പോഴും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ നടത്തുന്ന ചില ഗൂഢതന്ത്രങ്ങളുണ്ട്. അത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പൂട്ടുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി അടച്ചുപൂട്ടാനുള്ള BJP തന്ത്രം പല ആവർത്തി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ മാത്രം ലക്ഷ്യം വെച്ച് ഹർജികളുടെ കുമ്പാരമാണ് രാജ്യത്തിന്റെ പല കോണുകളിലുമുള്ള കോടതികളിലുള്ളത്. പലപ്പോഴും കോടതി തന്നെ പറഞ്ഞു, സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് രാഹുൽ കോടതി കയറി ഇറങ്ങേണ്ടതില്ല എന്ന്. പല കേസുകളിലും കാര്യമായ കഴമ്പില്ലാത്തതിനാൽ ജാമ്യവും കിട്ടി. എന്നാൽ ഇപ്പോൾ സവർക്കർ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പൂനെ കോടതിയിൽ വീണ്ടും ഹർജിയാണ്. കേസിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും രാഹുൽ ഗാന്ധി തുടർച്ചയായി ഒഴിഞ്ഞുമാറുകയാണ് എന്നും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഇപ്പോഴത്തെ ആവശ്യം. പൂനെയിലെ MLA MP കോടതിയിൽ ഇന്നലെ ഹാജരാകാനായിരുന്നു ജഡ്ജി അമോൽ ഷിൻഡെ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ രാഹുൽ ഗാന്ധി ഹാജരായിരുന്നില്ല. തുടർന്നാണ് സവർക്കറുടെ അനന്തരവൻ കൂടിയായ പരാതിക്കാരൻ രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ടത്. 2023 മാർച്ച് 5 രാഹുൽ ഗാന്ധി ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിൽ സവർക്കർ അധിക്ഷേപിച്ചു എന്നാണ് പരാതി. പ്രസംഗത്തിന്റെ വീഡിയോയും സവർക്കർ എഴുതിയ മാഞ്ചി ജന്മതേപ് ഹിന്ദുത്വ എന്നീ പുസ്തകങ്ങളും നൽകണമെന്ന് രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ ഏപ്രിൽ 25 ആവശ്യപ്പെട്ടിരുന്നു. ഇത് പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടതിനാൽ കേസ് മെയ് 28 പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്.